2024 മാർച്ച് 6 ബുധനാഴ്ച രാവിലെ 8:30-ക്കാണ് നമ്മൾ ട്രിപ്പ് ആരംഭിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ 14ഓളം സുഹൃത്തുക്കളുണ്ട്. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് വാഴ്വാന്തോൾ വെള്ളച്ചാട്ടത്തേക്കാണ്. വിതിരയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ഈ വാഴ്വാന്തോൾ വെള്ളച്ചാട്ടമുള്ളത്. ആദ്യം നമ്മൾ പോകുന്നത് ചെക്ക് പോസ്റ്റിലേക്കാണ്. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് വാഴ്വാന്തോൾ വെള്ളച്ചാട്ടത്തേക്ക് പോകുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് പെർ ഹെഡ് ഒരാൾക്ക് 200 രൂപയാണ്. പിന്നെ അതുപോലെ ഈ ടിക്കറ്റ് എടുക്കാനായിട്ട് നിങ്ങളൊരു ID പ്രൂഫും കൂടെ കയ്യിൽ കരുതുക. ഈ ID പ്രൂഫ് നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ഫോം തരും. അത് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ടിക്കറ്റ് റെഡി ആവുന്നത്. ഈ ഒരു ഫോമിൽ 10 പേരെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് സോഫിയ, അബ്ദുള്ള. അപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഗോകുലാണ്. പിന്നെ പേര് അജിൻ. ഇത്രയും പേരുമായിട്ടാണ് പോകുന്നത്. വീഡിയോ സാറേ ഇപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയർ പറഞ്ഞു. ഇവിടെ വാഴന്തോട്ടിലേക്ക് പോകാം. അവരെടുത്ത് ശിവനണ്ണ ഫീസൊക്കെ അടച്ചിട്ട് നിൽക്കുകയാണ്. ആദ്യത്തെ എക്സ്പീരിയൻസ് നമുക്ക് ട്രക്ക് ചെയ്യാൻ ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അതെല്ലാം കയറി പോകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നല്ലതായിട്ട് കുളിച്ച് നല്ല തിരിച്ചിറങ്ങി. ബ്രോയുടെ പേര് പറഞ്ഞു? എൻ്റെ പേര് യദു. ഓക്കെ. അപ്പോൾ യദു ബ്രോ മുമ്പ് പോയിട്ടുണ്ടെന്നാണ് പറയണത് അല്ലേ? മുന്നേ പോയിട്ടുള്ള ആളും പോകാൻ പോകുന്നവരും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. അത് തന്നെ, എക്സൈറ്റ്മെന്റിന്റെ ഒരു മൂട്ടി നിൽക്കുകയാണ്. പോകുമ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആനയെ കാണാം. അന്ന് പോയപ്പോൾ കണ്ടായിരുന്നു? കണ്ടില്ല. അന്ന് ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈഡ് പറഞ്ഞിട്ടുണ്ട് അത് ഒരു സമയമാകുമ്പോഴേ ആന ഇറങ്ങത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നിഹാലൊക്കെ നിൽക്കുന്നത്. നിഹാലൊക്കെ എങ്ങനെയാണ്? ഒന്നുമില്ല, അങ്ങനെ പറയല്ലേ, ഒന്നുമില്ലെന്ന് പറയുന്നു. ഇവിടെ പോണ തിരക്കിനൊക്കെയാണ്. ഗോകുലെ നമ്മളിന്ന് പൊളിക്കാൻ പോവാണ്. സമയം 9:20 9:21 പിന്നെ അത് കഴിഞ്ഞ് 9:22 അല്ലടാ. തകർക്കണം. എവിടെയാണ് പോണത്? എവിടെയാണ് പോണത്? ഗോകുലെ പറയടാ. വെള്ളച്ചാട്ടത്തിലോട്ടാണെന്ന് പോകുന്നത്. അതിസാഹസികമായ യാത്രയാണെന്ന് ആരംഭിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ നമുക്ക് 2 ഗൈഡുകളെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത അവരുടെ നിർദ്ദേശപ്രകാരമാണ് പോകേണ്ടത്. അതായത് ഇനി ഇവിടെ നിന്ന് 800 മീറ്റർ സഞ്ചരിച്ച് ബൈക്കോ അല്ലെങ്കിൽ കാറോ അവിടെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 കിലോമീറ്ററും കാട്ടിനകത്തൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ഈ വണ്ടി വെക്കുന്നിടത്തായിട്ട് ടോയ്ലറ്റ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വനത്തിനകത്തേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഇവിടെ തന്നെ യൂസ് ചെയ്തിട്ട് പോവുക. ഒരു ഹായ് പറ. ഓക്കെ. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശിബിരണ്ണ, കാര്യങ്ങൾ എങ്ങനെയാണ്? ഇനി വെള്ളം ഉണ്ടെന്ന് അറിയണോടാ. അങ്ങനെ പറയല്ലേ. ഗോകുലെ പറയടാ. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ? എങ്ങനെയാണെന്ന് നോക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ ഓക്കെ. ഒരു വേട്ടക്കാരൻ കണ്ടില്ലേ? വേട്ടക്കാരൻ ഇനി അകത്തോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട്? അകത്തോട്ട് 2.5 കിലോമീറ്റർ. 2.5 കിലോമീറ്റർ. ഇതുപോലെ തന്നെ അതാ? ഇതുപോലെ ഉണ്ട്. പാറേന്റെ പുറത്തൂടെ കയറാനുണ്ട്. അതിൻ്റെ പേര് ചോദിച്ചില്ല. ലത. നിങ്ങളാണോ സ്ഥിരം പോകുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് പോകണമല്ല. നമുക്ക് ഇടയ്ക്ക് പോയിന്റ് ലൂട്ട് ചെയ്യുന്നുണ്ട്. അവധി ദിവസം പോയിന്റ് ലൂട്ട് ഓരോ പോയിന്റിലായിട്ട് നിൽക്കും. അവിടെ കാണാൻ എന്തൊക്കെ ഉണ്ട്? വാഴന്തോൾ വെള്ളച്ചാട്ടം കാണാം. വനം, വെള്ളം, ഫുള്ള് ഇതുപോലെ വനമാണ് അല്ലേ? നമ്മളിത് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഇത് പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 2 സൈഡും വനമാണ്. ആ വനത്തിൽ കൂടെ നമ്മൾ അങ്ങോട്ട് പോയി. കൂടെയുള്ളത് സ്ത്രീകല. ഇവിടെ അടുത്തുള്ളത് നിങ്ങൾക്ക്? നമ്മൾ 2 പേരും അടുത്തുള്ളത്. ഓക്കെ ഓക്കെ. എല്ലാം പതിയുന്നുണ്ട്. ശിബിനണ്ണ ഒരു കമ്പ് കിട്ടിയിട്ടുണ്ട്. ശിബിനണ്ണ പോയി പോട്ടെ പോട്ടെ.
മീറ്ററോളം താണ്ടിയിരിക്കുകയാണ്. 450 മീറ്റർ താണ്ടിയിരിക്കുകയാണ്. ചൂടും ടയർഡായി തുടങ്ങി. നമ്മൾ ടയർഡായി തുടങ്ങി. എന്നാലും നമ്മളിത് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്നത് ഗോകുലാണ്, പട്ടത്തിന്റെ സ്വന്തം പൊന്നോമന പുത്രൻ. ആൻറ്റി, അഗസ്ത്യർകൂടം എത്ര ദിവസത്തെ ഇത് ട്രക്കിംഗ് ആയിരിക്കും? 3 ആണ്. ഫുഡൊക്കെ എങ്ങനെ കാട്ടിൽ അറേഞ്ച് ചെയ്യുമോ നിങ്ങൾ? അതാ ആ ആ നമ്മൾ അടയ്ക്കുന്ന പൈസ കൂടെയാണ് ഒരെണ്ണത്തിന് നമ്മൾ കയ്യിൽ നിന്ന് പൈസ ആ ആ ആ ആ എനിക്ക് അറിയത്തില്ല ഏത് എന്താണ്. ഒന്ന് പാക്കേജ്, ഒന്ന് ഫീസ് എന്ന് പറഞ്ഞിട്ട് 2 ഏതിലാണെന്ന് പറയാം. ആ പാക്കേജിലാണെങ്കിൽ ഫുഡ് ഉണ്ട് അല്ലേ? പാക്കേജിലാണോ ഫുഡ്, ഫീസിലാണോ എന്ന് എനിക്കറിയാം. ഒന്നിലുണ്ട്, ഒന്നിലില്ല. നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇട്ട് നമ്മൾ ഫുഡ് വാങ്ങിച്ചത്. ഫുഡൊക്കെ അവിടെ തന്നെയാണ്. അവിടെ ഉണ്ടല്ലോ. കൂടെ ആരും വരില്ല. ടൂറിസം വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് നിൽക്കും. വെള്ളി, ശനി, ഞായർ അഭിനയം ഒട്ടും അഭിനയിച്ചറിഞ്ഞത്. കൊള്ളാം കൊള്ളാം. ഗോകുൽ എല്ലായിടത്തും തിളങ്ങി നിൽക്കുകയല്ലേ. എവിടെ എവിടെ അതിരിക്കാം. നമ്മളെ ഈ ട്രക്കിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കഠോരമായിരുന്നു എന്നൊക്കെ പറയാം. കാരണം എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴികൾ വേരുകളും അതുപോലെ തന്നെ ഇത് കുത്തിറക്കങ്ങളും അതുപോലെ കുത്തുകയറ്റങ്ങളും അതുപോലെ പാറയൊക്കെ അള്ളിപ്പിടിച്ച് കയറേണ്ട സാഹചര്യം വരെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ പാറയുടെയും അതുപോലെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലാൻ നേരത്ത് നമ്മൾ അത്രയ്ക്കും ശ്രദ്ധിക്കുക. കാരണം എന്ന് പറയുന്നത് അവിടെ ഇഴജന്തുക്കളോ അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളോ ഒക്കെ കാണും. അതുപോലെ തന്നെ ചില സസ്യങ്ങളിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് അലർജിക് റിയാക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഗൈഡിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ പോവുക. പിന്നെ അതുപോലെ ഗുഹകളിൽ കയറാൻ നേരത്ത് നമ്മൾ ടോർച്ചൊക്കെ അടിച്ചതിന് ശേഷം അതിനകത്ത് കയറിയിരുന്ന് ഫോട്ടോ എടുക്കുകയോ എന്ത് വേണോ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഗുഹയുടെയൊക്കെ മുകളിൽ അപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗൈഡിനോട് ചോദിച്ചപ്പം പറഞ്ഞു ഈ അപ്പ് എന്ന് പറയുന്നത് ഗുഹകളെയാണ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോട്ടോയൊക്കെ എടുത്തു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ വാഴ്വാന്തോൾ വാട്ടർഫാൾസിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെയല്ല പറയാനുള്ളത്, വിതുരക്കാരുടെ മറ്റൊരു അഹങ്കാരമാണ് വാഴ്വാന്തോൾ വാട്ടർഫാൾസ്. അടുത്ത നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ലൊരു നീന്തിക്കുളി, അതിനുശേഷം ഫുഡ് കഴിച്ച് താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫുഡ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് അവരവരുടെ വീടുകളിലായിട്ട് ഫുഡ് പാക്ക് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ കൈയിട്ട് വാരി കഴിച്ചതിന് ശേഷം താഴേക്ക് ഇറങ്ങാനും പോവുകയാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ നിമിഷവും ശ്രദ്ധിച്ച് വേണം നിൽക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ വാട്ടർഫാൾസിൽ ഇറങ്ങുന്നെങ്കിൽ ഇവിടെ കൂടെ വരുന്ന ഗൈഡിൻ്റെ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമേ വാട്ടർഫാൾസിലേക്ക് ഇറങ്ങാവൂ. നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ വാഴ്വാന്തോൾ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത് ബാക്കിയുള്ളവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചതിന് ശേഷം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പ് അടിപൊളിയല്ലായിരുന്നു. ആ വെള്ളച്ചാട്ടത്തിന് മണ്ടേ ആ വെള്ളത്തിലൂടെ ഒഴുകി വരുമ്പോൾ ഭയങ്കര രസമായിരുന്നു. അടിപൊളിയായിരുന്നു. ഇത്രയും നമ്മൾ കയറി പോയി അവിടെ കണ്ട വെള്ളച്ചാട്ടം വേർത്തായിരുന്നു. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തണുത്ത ഐസായിട്ടെല്ലാം അങ്ങ് നീന്തി കുളിച്ചപ്പോൾ തന്നെ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറി. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. കുഴപ്പമില്ല, വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. വെള്ളം കുറവാണെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാലും നമുക്കിപ്പോൾ പുറത്തുള്ള ചൂടിൽ നിന്ന് ഇത്തിരി ആശ്വാസത്തിന് നല്ല വെള്ളം, തണുത്ത വെള്ളമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. പുതിയ ആൾക്കാരുടെ പുതിയ അനുഭവങ്ങൾ.